കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ അണ്ടർയോഗം പുതുവത്സരം സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് വിശുദ്ധ തിരുവചനത്തിൽ നിന്നും ചില യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ എൻ്റെ കേൾവിക്കാരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ മുൻപ് പറഞ്ഞ കണക്ക് തന്നെ അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിലും അവരുടെ താല്പര്യങ്ങളിലുമാണ് ഇത് ചെയ്യുന്നത്. ഇതിനോടൊന്നും തന്നെ എതിർ മനോഭാവമോ മറ്റ് ചിന്താഗതികളോ ഒന്നും ഉള്ള ഒരാളല്ല ഞാൻ. മറിച്ച് വിശുദ്ധ തിരുവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് താനൊരു മിഷണറിയായിട്ട് പല രാജ്യങ്ങൾ, പല സ്ഥലങ്ങൾ സഞ്ചരിക്കുകയും ഒരുപാട് സ്ഥലങ്ങളിലെ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും ആ പ്രവർത്തനങ്ങളൊക്കെ പിന്നീട് പല പ്രാദേശിക സഭകളായിട്ട് വളർന്നു വരികയും അവിടെയൊക്കെ താൻ മൂപ്പന്മാരെയൊക്കെ നിയമിച്ചാക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഓരോ സഭകളുടെയും പല ആവശ്യങ്ങളുടെ മുഖത്ത് അവരെ അഭിമുഖീകരിച്ചതായിട്ടുള്ള പല പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും പല വിവാദങ്ങളുടെയൊക്കെ നടുവിൽ താൻ അവർക്ക് കത്തുകൾ എഴുതിയും ലേഖനങ്ങൾ എഴുതിയും അവരെ യഥാർത്ഥ വഴിയിലേക്ക്, യഥാർത്ഥ സത്യത്തിലേക്കൊക്കെ നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. തൻ്റെ ഓരോ കത്തുകൾക്കും ഓരോ ലേഖനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വലിയ പ്രാധാന്യത, അതിൻ്റേതായിട്ടുള്ള വലിയ ഉദ്ദേശങ്ങളുണ്ട്. ചില സഭകളൊക്കെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് തന്നെ അവരകന്നു പോകുമ്പോൾ അവരെ വീണ്ടും ഉറപ്പിക്കുന്നതിലേക്ക് പല സഭകളിലും അനേക ദുരുപദേശങ്ങൾ കടന്നു കയറുമ്പോൾ ആ ദുരുപദേശങ്ങളിൽ നിന്നും ജനത്തെ യഥാർത്ഥ തിരുവചന സത്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് താൻ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത്. പലയിടത്തും പല വിവാദങ്ങൾ, വിവാഹം സംബന്ധിച്ച്, വിധവമാരെ സംബന്ധിച്ച്, അതുപോലെ ധനശേഖരണം സംബന്ധിച്ച്, ഇങ്ങനെയുള്ള ഒരുപാട് വിവാദങ്ങൾ വന്ന സമയങ്ങളിൽ സഭയിൽ കടന്നുകൂടിയിട്ടുള്ള ദുഷ്പ്രവണതകൾ, ദുരാചാരങ്ങൾ, അതുപോലെ അധർമ്മത്തിൽ ജീവിക്കുന്ന അവർക്ക് നേരെ എടുക്കേണ്ട നടപടിക്രമങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടൊക്കെയാണ് താൻ എഴുതിയിട്ടുള്ളത്. അങ്ങനെ നാം തിരുവചനത്തിൽ കാണുന്ന ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ലേഖനമാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം. ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്ന ഒരു സഭയ്ക്ക് എഴുതിയിട്ടല്ല, ആ പ്രവിശ്യയിൽ ഉള്ള എല്ലാ സഭകൾക്കും വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനം. ആധുനിക തുർക്കിയുടെ കേന്ദ്രസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന റോമ സാമ്രാജ്യത്തിലെ ഒരു പ്രവിശ്യയായിരുന്നു ഗലാത്യ. അവിടെ ആ പ്രവിശ്യയിലുള്ള അനേക സഭകൾക്ക് വേണ്ടിയിട്ട് താൻ എഴുതപ്പെട്ട ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനം. ഈ ലേഖനം എഴുതുവാനുണ്ടായൊരു സാഹചര്യം, അതിൻ്റെ ഒരു കാരണം പൗലോസ് തന്നെ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ ജാതീയ പാരമ്പര്യത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്ന ജാതീയ സഭകൾ ഇവിടെ ആരംഭം കുറിച്ച് മുൻപോട്ട് പോകുമ്പോൾ ചില യഹൂദ ക്രിസ്ത്യാനികൾ, യഹൂദ ക്രിസ്ത്യാനികൾ പൗലോസിൻ്റെ ചില ഉപദേശങ്ങളോട് വളരെ മറുതലിപ്പ്, എതിർപ്പ് പുറപ്പെടുവിച്ചു, അല്ലെങ്കിൽ എതിർക്കുകയുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ താൻ പ്രത്യേകമായിട്ട് എഴുതുന്ന ഒരു ലേഖനമാണ്
ഈ ലേഖനത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ കഴിയും 4 വിധത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നും യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ പറയാം. 4 വിധ ആചാരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളിൽ നിന്നും യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചതായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് ആചാരത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഗലാത്യലേഖനം 5-ാം അധ്യായം 1 മുതൽ 6 വരെ. രണ്ടാമത്തേത് നിയമവാദത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. 5-ാം അധ്യായം 7 മുതൽ 12 വരെ. 5-ാം അധ്യായം 13 മുതൽ 16 വരെ വായിക്കുമ്പോൾ ആത്മാവിൽ ഉള്ള സ്വാതന്ത്ര്യം. 6-ാം അധ്യായം 1 മുതൽ 10 വരെ ആത്മീയ ബന്ധനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ നമുക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നാം ക്രിസ്തുവിലായി തീർന്നതിലൂടെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ അജ്ഞാനകാലത്ത്, അറിവില്ലായ്മ കാലത്ത്, അല്ലെങ്കിൽ വിശേഷാൽ നാം ദൈവത്തെ അറിയാതെയും യഥാർത്ഥ ദൈവത്തെ അറിയാതെയും ദൈവം നമ്മളെ അറിയാതെയും ഇരുന്നൊരു കാലഘട്ടത്തിൽ അനുഷ്ഠിച്ചു പോയ പല ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം. അതിനെക്കുറിച്ചാണ് ഈ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ ഈ ലേഖനം വായിച്ചതിന് ശേഷമാണ് കത്തോലിക്ക സഭയുടെ അന്നത്തെ തെറ്റായ ഉപദേശങ്ങൾ മനസ്സിലാക്കി പ്രൊട്ടസ്റ്റൻ്റ് പ്രസ്ഥാനം ആരംഭിച്ചത്. പ്രൊട്ടസ്റ്റൻ്റ് പ്രസ്ഥാനത്തിൻ്റെ ആരംഭത്തിന് നാന്ദിയായത് അല്ലെങ്കിൽ വഴികാട്ടിയായത് ഗലാത്യ ലേഖനമാണ്. റോമൻ കത്തോലിക്ക സഭയിലുണ്ടായിരുന്ന പല തെറ്റായ ആചാര അനുഷ്ഠാനങ്ങളും അത് തെറ്റാണെന്ന് തൻ്റെ കണ്ണ് തുറപ്പിച്ചത്, മാർട്ടിൻ ലൂതറിൻ്റെ കണ്ണ് തുറപ്പിച്ചത് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനമാണ്. അങ്ങനെയാണ് പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ആരംഭം കുറിക്കുവാൻ തക്കണം ഇടയായിത്തീർന്നത്. ഈ ലേഖനത്തിൽ അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ചില ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. അതായത് 4-ാമത്തെ അധ്യായം തുടങ്ങുന്നതിന് മുമ്പായിട്ട് 3-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് പൗലോസ് ഇങ്ങനെയാണ്: വിശ്വാസം വരും മുമ്പേ നമ്മൾ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴെ അടച്ച് സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായിട്ട് ഭവിച്ചു. ഒരു ശിശുവിനെ പാലിക്കുന്ന പോലെ ശിശുപാലകൻ്റെ ഉത്തരവാദിത്വത്തോടുകൂടി ന്യായപ്രമാണം നമ്മളെ യേശു ക്രിസ്തുവിലേക്ക് കൈപിടിച്ച് നടത്തി. വിശ്വാസം വന്ന ശേഷമോ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് നാം എത്തിയ ശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്നു, നാം എല്ലാവരും വിശ്വാസം നമുക്ക് വന്ന ശേഷമോ നാം ഇനി ശിശുപാലകൻ്റെ കീഴിലല്ല, എന്ന് പറഞ്ഞാൽ ആ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ അല്ല. ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസം നമുക്ക് ഇടയാക്കി തന്നു, അല്ലെങ്കിൽ നമുക്കതിനെ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ഉദിച്ചു. ആ കാര്യം പറഞ്ഞ ശേഷം 4-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയുന്ന, അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അപ്പം നമ്മൾ യേശുക്രിസ്തുവിലൂടെ അബ്രഹാമിന് ദൈവം കൊടുത്ത സകല വാഗ്ദത്തപ്രകാരം നമ്മൾ അവകാശികളായി തീർന്നു. നമ്മളിപ്പോഴും ഒരു ശിശുവായിട്ട് യേശുക്രിസ്തുവിലെ വിശ്വാസത്തിലേക്ക് നടക്കുവാൻ കഴിയാതെ ഇന്നും ഏതെങ്കിലും ഒരു പ്രമാണത്തിന് കീഴിൽ അടിമപ്പെട്ടിരുന്നാൽ ആ ശിശു ഒരുപക്ഷെ സർവ്വത്തിനും അധികാരിയാണ്, പക്ഷേ ദാസനേക്കാൾ ഒട്ടും വിശേഷതയില്ല. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ തൻ്റെ അപ്പൻ തൻ്റെ സ്വത്ത് വീതം വെക്കുന്ന മക്കൾക്കാണ്. എത്ര ദാസന്മാരുണ്ടെങ്കിലും അവർ ശമ്പളം വാങ്ങിച്ച് അവരുടെ
ഇടപാട് ശമ്പളത്തോടുകൂടി കഴിയുകയാണ്, ഒരു വീട്ടിലെ ജോലിക്കാരന്. എന്നാൽ അപ്പൻ്റെ സ്വത്തിൻ്റെ അവകാശം മക്കൾക്കാണ്. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടവൻ അത്രയെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇവൻ ശിശുവാണെങ്കിൽ ഇവനെ നടത്തുവാൻ ഒരു ഭരണാധികാരിയെ വെച്ചിട്ട് അവൻ്റെ കീഴിലാണ്, അവനാണ് നടത്തുന്നത്. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ കീഴെ അടിമപ്പെട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ നാം യേശുക്രിസ്തുവുള്ള വിശ്വാസത്തിലേക്ക് വരുന്ന മുമ്പ് നമ്മുടെ ജനനം കൊണ്ടുള്ള ആ ബാല്യത്തെക്കുറിച്ചോ ആ ശൈശവപ്രായത്തെക്കുറിച്ചല്ല പറയുന്നത്. അറിവിൽ, ദൈവിക ജ്ഞാനത്തിൽ, ദൈവവിഷയത്തിൽ പരിജ്ഞാനമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ നാം ഈ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ കീഴെ അടിമപ്പെട്ടിരുന്നു. നാം അത് ഇംഗ്ലീഷ് ഇതിൽ പറഞ്ഞിരുന്നത്, വാക്യത്തിൽ പറയുന്നത് നാം ഒരു ബോണ്ടേജ്, അതിൻ്റെ നൗൺ നാമോ സ്ലേവറി എന്ന ബോണ്ടേജ്, അടിമത്തത്തിന് കീഴായിരുന്നു. അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ്, അടിമത്തം, പരാധീനത, ബന്ധനം, തടവ് എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. ശരിക്കും യേശുക്രിസ്തുവിൽ കൂടെയുള്ള വിശ്വാസത്തിലൂടെ നാം ഈ ആചാരത്തിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുൻപ് നാം ഈ ഒരു അടിമത്തത്തിന് കീഴിൽ, ഈ സ്ലേവറിയിൽ, ഈ ബോണ്ടേജിൽ നാം ആയിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ, അതായത് യേശുക്രിസ്തുവിനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ, മക്കളായി തീരുവാൻ വേണ്ടിയിട്ട്. നിങ്ങൾ മക്കളെങ്കിലോ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഗതത്താൽ അവകാശിയുമാകുന്നു. അപ്പോൾ ദൈവത്തിന് മക്കളായി തീർന്ന പദവിയിലേക്ക് ആ പുത്രത്വത്തിൻ്റെ മാഹാത്മ്യത, നാം ഇതിനെക്കുറിച്ച് അജ്ഞരായി അറിവില്ലാതിരുന്ന കാലഘട്ടത്തെ ഓർപ്പിച്ചിട്ട് അതിൽ നിന്നും യേശുക്രിസ്തു വിശ്വാസത്തിൽ നാം ക്രിസ്തുവിലേക്ക് നടത്തപ്പെട്ടു. നാം ഇപ്പോൾ ദൈവമക്കളായി തീർന്നിരിക്കുന്നു. നാം ഇപ്പോൾ അതുകൊണ്ട് സകല വാഗ്ദത്തത്തിൻ്റെയും അവകാശികളാത്തിന് ഇനി ദാസനല്ല, മക്കളായി, പുത്രിമാരായി തീർന്നിരിക്കുന്നു എന്നിവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇനിയും അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അതാണ് ഞാൻ നിങ്ങളോട് വളരെ ശക്തമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ എന്ന ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചിട്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു വിശ്വാസത്തിലായിരുന്നപ്പോൾ, യേശുക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വരാതിരുന്നപ്പോൾ, ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ, ദ പ്രസൻറ്റ് കണ്ടീഷൻ പറയുകയാണ്, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? ചോദ്യചിഹ്നം കൊടുത്തുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ സംഭവിച്ചെങ്ങനെയാണ്? നിങ്ങൾ പുത്രനായപ്പോൾ, ദൈവത്തിൻ്റെ മക്കളായപ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വാസത്താൽ നിങ്ങൾ ദൈവതരായപ്പോൾ, ഇപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ ദൈവത്തെ അറിയാം, നിങ്ങൾ അറിഞ്ഞു. അത് മാത്രമല്ല, ഈ ദൈവം നിങ്ങളെയും അറിഞ്ഞിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് നിങ്ങൾ അടിമപ്പെടുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നത് എങ്ങനെ? പുതുതായിട്ട് അടിമപ്പെടുവാൻ. ഇപ്പം ഈ യഹൂദ ജനത്തിന് അവരുടെ വർഷവും അവരുടെ മാസവും കലണ്ടറും പല തരത്തിലുള്ളതായ ആചാരാനുഷ്ഠാനം നമുക്കെല്ലാവർക്കും അറിയാം. പഴയ നമുക്ക് പഠിക്കുമ്പോൾ ഒത്തിരി പെരുന്നാളുകൾ, ഒത്തിരി ഈ പ്രാധാന്യമുള്ള മാസങ്ങളൊക്കെ ഉണ്ട്. ആബിയു മാസം അവരുടെ 1-ാം മാസമാണ്. പുറപ്പാട് ദിവസം പഠിക്കുമ്പോൾ 10-ാം തീയതിയാണ് അവർ പെസഹയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞാടിനെ തിരഞ്ഞെടുത്ത് നിർത്തുന്നത്. 14-ാം തീയതിയാണ് അതിനെ അവർ അറുത്ത് പെസഹ ആചരിക്കുന്നത്. അത് അവരുടെ തലമുറ ആചരിച്ചു വരുന്നതാണ്. ഇങ്ങനെ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ആചാര അനുഷ്ഠാനം, അവർക്ക് ഒരുപാട് പെരുന്നാളുകൾ, ഇതെല്ലാം അവർ നേരത്തെ ഇതെല്ലാം അവർ ആചരിച്ചിരുന്നു. എന്നാൽ ക്രിസ്തുവിലേക്ക് വന്നതിൻ്റെ ശേഷം നിങ്ങൾ പിന്നെയും, അതായത് ഞാൻ ഓർപ്പിച്ചതുപോലെ ജാതീയ പശ്ചാത്തല വിശ്വാസത്തിലേക്ക് വന്ന ഈ സഭയിൽ യഹൂദ ക്രിസ്ത്യാനികളുടെ വലിയൊരു ഇടപെടലുണ്ടായി. വലിയൊരു വാഗ്വാദങ്ങൾ നടക്കുക.
അപ്പോൾ അവിടെയാണ് പൗലോസ് ഇടപെടുന്നത്. നിങ്ങൾ പിന്നെയും പുതുതായിട്ട് ഇതിന് അടിമപ്പെടുന്നത് എങ്ങനെ? അടുത്തതാണ് 10-ാമത്തെ വാക്യം. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഭയപ്പെടുന്നു. വളരെ വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്, നിങ്ങളിവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ ഇത് പ്രമാണിക്കുന്നു. അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇംഗ്ലീഷ് ബൈബിൾ എഴുതുന്നത് യു ആർ ഒബ്സർവിങ് സ്പെഷ്യൽ ഡേയ്സ് ആൻഡ് മന്ത്സ് ആൻഡ് സീസൺസ് ആൻഡ് ഇയേഴ്സ്. നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് സ്പെഷ്യൽ ഡേയ്സ്, മാസങ്ങൾ, പ്രത്യേകമായ സീസണുകൾ, അതുകൊണ്ട് തന്നെ ഇയേഴ്സ്. ഇത് നിങ്ങൾ ഒബ്സർവ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. 4-9 വാക്യത്തിൽ പൗലോസ് പറയണം, ബട്ട് നൗ ആഫ്റ്റർ യു ഹാവ് നോൺ ഗോഡ്, ഓർ റാദർ ആർ നോൺ ബൈ ഗോഡ്, ടു വിച്ച് യു ഡിസയർ അഗെയിൻ ടു ബി ഇൻ ബോണ്ടേജ്. നീ പിന്നെയും ഈ അടിമത്തത്തിലേക്ക് എങ്ങനെയാണ് നീ കടന്നു പോകുന്നത്? നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ തന്നെ പഴയ നിയമ ഇസ്രായേൽ സഭയോട്, ഇസ്രായേൽ ജനത്തോട് യഹോവയായ ദൈവം പറയുമ്പോൾ അവിടെ സംഖ്യാപുസ്തകം 22:9 പറയുന്നത്, ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം, ഇവർ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഇത് വേറെ ജനമാണ്, ദൈവത്തിന് സ്വന്തമാണ്. തനിച്ചു പാർക്കുന്ന ജനമാണ്, ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നവരല്ല. അതൊരു ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ലേവ്യ പുസ്തകം 20-23 വായിക്കുമ്പോൾ, ജാതിയുടെ ചട്ടങ്ങൾ അനുസരിച്ച് നടക്കരുത്, അവർ എനിക്ക് വെറുപ്പാകുന്നു. യോശുവയുടെ പുസ്തകം 23:6-7 വായിക്കും, ജാതികളോട് നിങ്ങൾ ഇടകലരരുത്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 9-12-14, ലേവ്യ പുസ്തകം 19-26 ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ യഹോവയെ ദൈവം പറയണം, മുഹൂർത്തം നോക്കരുത്, മുഹൂർത്തം നോക്കാൻ പാടില്ല. ഞാൻ ഒരു വാക്യം ആവർത്തന പുസ്തകം 18-12 അതിങ്ങനെയാണ്, എനിവൺ ഹു ഡസ് ദീസ് തിങ്സ് ഈസ് ഡിറ്റസ്റ്റബിൾ ടു ദ ലോർഡ്, ആൻഡ് ബിക്കോസ് ഓഫ് ദീസ് detestable practices the Lord your God will drive out those nations before you. You must be blameless before the Lord your God. അത് വിശുദ്ധ വേദപുസ്തകത്തിൽ മലയാളം ബൈബിൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം പറഞ്ഞോട് ചേർത്ത് വായിക്കുന്നു, തൻ്റെ മകനെയോ മകളെ അഗ്നിപ്രവേശനം ചെയ്യുന്ന പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അജ്ഞനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛൽ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നീ നിഷ്കളങ്കനായിട്ട് ഇരിക്കണം. ഞാനിപ്പം ഈ കാര്യങ്ങൾ നിങ്ങളോട് ഓർപ്പിക്കാനായിട്ട് കാരണമാകുന്നു. ഇവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് പുതിയ സഭകൾ ഗലാത്യ സഭയ്ക്ക് പറയുകയാണ്, നാം ആചരിക്കേണ്ട, നാം അനുഷ്ഠിക്കേണ്ട ഒരു സമയമുഹൂർത്തത്തെ അല്ല പ്രാധാന്യം. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, ഉറക്കത്തിൽ ഉണരുമ്പോൾ, രാത്രിയിൽ നിശയിൽ നിന്നെ പരിപാലിച്ച് സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞു വേണം എഴുന്നേൽക്കാൻ. ഓരോ പ്രദോഷത്തിലും ഉറക്കാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നടത്തിയ വിധങ്ങൾക്കും നന്ദി അർപ്പിക്കാൻ കടമപ്പെട്ടവർ. ഇതെല്ലാം നാം സൂക്ഷിച്ചു വെച്ചിട്ട് ഈ പ്രത്യേക മുഹൂർത്തത്തിൽ പറയാൻ വേണ്ടിയില്ല. അത് ഒരു നാട്ടുനടപ്പ്, നമ്മുടെ കോമൺ സെൻസിൽ പോലും നമുക്കൊരാൾ ചെയ്ത ഒരു ഉപകാരത്തിന്, ഒരാളൊരു വാഹനത്തെ കയറ്റിക്കൊണ്ടു പോയതിന്, രോഗിയായിരുന്നപ്പോൾ മാർച്ച് മാസം രോഗം വന്ന് ആശുപത്രി കൊണ്ടുപോയി ഡിസംബർ 31-ാം തീയതി നന്ദി പറയാമെന്ന് പറയുന്നത് എത്ര ഭോഷത്വമാണ്. ആ മനുഷ്യനോടൊപ്പം നമ്മുടെ പേഴ്സ് നഷ്ടപ്പെട്ട വഴിയിൽ തിരിച്ചു തന്ന മനുഷ്യനോട് ഡിസംബർ 31-ാം തീയതി നന്ദി പറയാമെന്ന് മാറ്റിവെക്കാറില്ല നമ്മൾ.
അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് മുമ്പിൽ പക്ഷിമൃഗങ്ങൾ പോലും അത് രാവിലെ ഉണർന്ന് അതതിൻ്റെ ഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നും യേശുക്രിസ്തുവിലേക്ക് നടത്തപ്പെട്ട യേശുക്രിസ്തു വിശ്വാസത്താൽ മക്കളാത്തിരുന്ന ഒരുവൻ, അത് യഹൂദൻ്റെ കലണ്ടറാകട്ടെ, ഇന്ന് നമ്മൾ നമുക്ക് സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കി ഇംഗ്ലീഷ് കലണ്ടറാകട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഡിസംബർ 31 കഴിഞ്ഞു, ജനുവരി 1 വരും, ജനുവരി 35 ഫെബ്രുവരി 1 വരും, ഫെബ്രുവരി 28 29 കഴിയുമ്പോൾ മാർച്ച് വരും. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് സൂര്യന് അഭിമുഖമായിട്ട് ഭൂമി നിലകൊള്ളുകയും അത് സ്വയം തിരികുകയും അതിൻ്റെ ഓർബിറ്റിൽ കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ഇത് വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മളാരും പ്രത്യേകിച്ച് സൃഷ്ടിക്കുന്നല്ല, ഇത് നമ്മളാരും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വരുന്നുമല്ല. അത് കഴിയുമ്പോൾ അടുത്ത മാസം വരും. ഇതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. ഇവിടെ പ്രാധാന്യം ഞാനും നിങ്ങളുമായിട്ടുള്ള ആ ദൈവത്തോടുള്ള ബന്ധത്തിനും സ്നേഹത്തിനുമാണ്. ഈ ഗലാത്യ വിശ്വാസത്തിൽ വിശ്വാസമാർക്ക് ഉപേക്ഷിച്ച് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് വഴുതി വീണപ്പോഴാണ് പൗലോസ് ആ വേദനയിലാണ് ഈ ലേഖനം എഴുതുവാൻ തൊക്കണം ഇടയായിത്തീർന്നത്. അപ്പോൾ എനിക്ക് ഓർപ്പിപ്പാനായിട്ടുള്ള കാര്യം, ഞാൻ എൻ്റെ സ്നേഹിതരായിട്ടുള്ള പല ആൾക്കാരോട്, വിശ്വാസ സമൂഹത്തോട്, ദേവദാസന്മാരോടൊക്കെ ഈ കാര്യത്തിൽ സംസാരിച്ചപ്പം, അതായത് ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, അല്പമെങ്കിലും ഈ വചനത്തെക്കുറിച്ച് ബോധ്യതയുള്ള, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള, ഒരു സിസ്റ്റമാറ്റിക് തിയോളജിയൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ദേവദാസനോട് പലരോട് സംസാരിച്ചപ്പോൾ പലർക്കും ഇത് പാതിരായ്ക്ക് വന്ന് നടത്താൻ താല്പര്യമുള്ളവരല്ല. പക്ഷേ സഭയുടെ നിർബന്ധം, അല്ല, ആ സഭ വർഷങ്ങളായിട്ട് ആചരിച്ചു പോകുന്നതാണ്. അവർക്ക് ഇന്നത്തെ ഒരു ആചാരം മാത്രമല്ല. എല്ലാവരും കൂടെ കൂടുക, ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക, പാട്ട്, അത് ഒരു ആചാരം പോലായി. അതായത് ഈ മഹാകവി കുമാരനാശാന് എങ്ങനെയാണ് ഒരു ആചാരം ഉണ്ടാകുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1873 ഏപ്രിൽ 12 ചിറയൻകീഴ് താലൂക്കിലെ അഞ്ചിറങ്ങ് എന്ന സ്ഥലത്ത് ഗ്രാമത്തിൽ ജനിച്ച ഒരു മഹാകവിയാണ് കുമാരനാശാൻ. മലയാളിക്കെല്ലാം സുപരിചിതനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒത്തിരി കവിതകൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ആചാരം അല്ലെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ചെയ്തൊരബദ്ധം മർത്യർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രം അതാകാം, അതിൽ മുളയ്ക്കായിക സമ്മതം രാജൻ എന്നാണ് പുള്ളി പാടിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇന്നലെ ചെയ്തൊരബദ്ധം ഇന്നതൊരു ആചാരമായിട്ട് മാറി, നാളെ അതൊരു ശാസ്ത്രമായിട്ട് മനുഷ്യൻ പരിഗണിക്കാം, അല്ലെങ്കിൽ ചിന്തിക്കാം. അതിൽ നീ സമ്മതം മൂളല്ല, അതിൽ നീ സമ്മതം പറയുന്നതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ പറയുന്ന ഈ പാരമ്പര്യം, അത് മനുഷ്യരിലേക്ക് വരുന്നത് നമ്മൾ പറയത്തില്ല, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താ നമുക്കറിയത്തില്ല. ഇന്നലെ അത് ചെയ്തു. ഇവിടെ മുമ്പിരുന്ന ഉദ്ദേശി പാസ്റ്റർ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരുന്നു, ഞങ്ങളുടെ സൺഡേ പാസ്റ്റർ, ഞങ്ങളുടെ പ്രസിഡന്റ് തൊട്ട് ഇതിങ്ങനെ ചെയ്യുക, എന്തിനാണെന്ന് അറിയത്തില്ല, നമ്മളും അത് അനുഷ്ഠിച്ച് പോരുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാക്ടീസ് ആകട്ടെ, ഒരു ബിലീഫ് ആകട്ടെ, അത് ജനറേഷൻ ടു ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴാണ് അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ആചാരമായിട്ട്, ഒരു ട്രഡീഷനായിട്ട്. ഒരു ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിലീഫ് ഓർ പ്രാക്ടീസ് ട്രാൻസ്മിറ്റിംഗ് ടു ജനറേഷൻ ബൈ ജനറേഷൻ, അല്ലെ ജനറേഷൻ ടു ജനറേഷൻ. അത് ബിലീഫ് ആകട്ടെ, വിശ്വാസമാകട്ടെ, പ്രാക്ടീസ് ആകട്ടെ, ആചാരമാകട്ടെ, അത് നമ്മൾ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയക്കാണ് ട്രഡീഷൻ അഥവാ ആചാരം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ തലമുറയ്ക്ക് പലർക്കും അറിയത്തില്ല, പക്ഷേ ഇതൊരു രസമാണ്. പോവുക രാത്രിയിൽ, ഇത് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എത്രയോ നല്ലതാണ്. ഞാൻ പറഞ്ഞ സന്ധ്യാസമയത്ത് കൂടുക, പ്രാർത്ഥിക്കണം എന്നുള്ള അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ചെയ്തിട്ട് വീട്ടിൽ പോകുന്നത്. ഈ ബോധ്യം ഇന്ന് അനേക ക്രൈസ്തവ സഭകളിൽ വന്നു. പക്ഷെ ഇന്നും ഇതിന് മാറ്റം കുറിക്കാതെ ഈ ആചാരത്തെ അതുപോലെ കൊണ്ടു നടക്കുന്ന പല പ്രിയപ്പെട്ടവർ ഉണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ അമേരിക്കയിൽ, ഈ രാജ്യത്ത് ഇവിടെ തന്നെ 4 ടൈം സോണാണ് ഈ രാജ്യത്ത്. ഇപ്പം ഞാനിവിടെ നിന്നിപ്പം ഈ ഉച്ചയ്ക്ക് 11 മണിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷിക്കാഗോ എന്ന് പറയുന്ന ഇതേ രാജ്യത്തിൻ്റെ മറ്റൊരു സ്റ്റേറ്റിൽ ഈ രാജ്യത്തേക്കാൾ 1 മണിക്കൂർ വ്യത്യാസമാണ് അവരുടെ സമയം. മറ്റൊരു ടൈം സോണിൽ വേറൊരു മണിക്കൂർ വ്യത്യാസമാണ്.
അപ്പം കിഴക്കൻ രാജ്യങ്ങളായിട്ടുള്ള ഓസ്ട്രേലിയ, മധ്യപൂർവ്വ രാജ്യങ്ങൾ, ഇന്ത്യ, ഇവിടൊക്കെ ഞാനിവിടെ പകൽ പറയുമ്പോൾ അവിടെ രാത്രിയാണ് സമയം. അപ്പോൾ ഈ സമയത്തിനൊന്നും പ്രാധാന്യമില്ല. അതായത് അമേരിക്കയിൽ തന്നെ ഒരു കൂട്ടം ആൾക്കാർ രാത്രി 12 മണിക്ക് എഴുന്നേറ്റിരിക്കുമ്പോൾ അടുത്ത ടൈം സോണിൽ ഈ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്തെല്ലായിടത്തും വ്യത്യസ്ത സമയങ്ങളാണ്. അത് കാരണം ഒരു മിനിറ്റ് പോലും ഈ സൂര്യൻ ഭൂമി അവിടെ കറങ്ങാൻ നിൽക്കുന്നില്ല, അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ എഴുന്നേറ്റ് നിന്ന് പറയുമ്പോൾ തന്നെ സമയം മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയുവാനായിട്ടുള്ളത് സമയം, അല്ലെങ്കിൽ ആ 12 മണി എന്ന് പറയുന്ന മുഹൂർത്തമാണ് ഇന്ന് നാം വളരെ പ്രാധാന്യം കൊടുക്കുന്നു. ആ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ എന്തോ സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ ശുശ്രൂഷിച്ചൊരു സഭയിൽ ഇതിനെക്കുറിച്ച് പഠിപ്പിച്ച് അവർ കൂട്ടമായി തീരുമാനമെടുത്ത് ഞങ്ങൾ സന്ധ്യയ്ക്ക് വന്ന് പ്രാർത്ഥിച്ച്, സാധാരണ പ്രാർത്ഥന പോലെ വന്ന് 7 മണിക്ക് വന്ന് 8:30 പിരിഞ്ഞ് പ്രാർത്ഥിച്ച് പോയി. ഒന്നും അവിടെ സംഭവിച്ചില്ല. അവിടെ ഒരു ഭൂകമ്പം സംഭവിച്ചില്ല, അവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം സംഭവിച്ചില്ല. ഇതിനെക്കുറിച്ച് ജനം ബോധവാന്മാരായപ്പോൾ, സത്യം അറിഞ്ഞപ്പോൾ ആ സത്യം അവരെ സ്വതന്ത്രമാക്കുവാനായിട്ടിടയായി തീർന്നു. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരു പ്രാവശ്യം കൂടെ പറയുവാനായിട്ടുള്ളത്, പ്രിയമുള്ളവരെ, ഇതെല്ലാം മനുഷ്യനിർമ്മിതമായിട്ടുള്ള മലയാള വർഷമുണ്ട്, ഹിജറ വർഷമുണ്ട്, അങ്ങനെ പല വർഷങ്ങളുണ്ട്. ഒരു രാജ്യത്ത് തന്നെ ഓരോ ഭാഷ സംസാരിക്കുന്നവരുടെ ഇല്ല, ഓരോ സംസ്ഥാനത്തിന് അവരുടേതായ ആചാരങ്ങളനുസരിച്ച് ഉണ്ട്. മലയാളികളായ നമുക്കറിയാം മലയാള വർഷം ഉണ്ട്. അങ്ങനെ ഒത്തിരി വർഷങ്ങൾ ഉണ്ട്. ആ വർഷത്തിനോ അതിനുവേണ്ടി അവർ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ല പ്രാധാന്യമുള്ളത്. നമുക്ക് ദൈവം തരുന്ന ഒരു ആയുസ് അത് 70, ഏറെയാൽ 80, കൂടിപ്പോയാൽ 10,000 28,000 ദിവസങ്ങൾ വരുന്ന ഒരു ആയുസ്സിൽ ദൈവം നിനക്ക് ചെയ്യുന്ന നന്മകൾക്ക് ഉപകാരങ്ങളും നന്ദി പറയുവാൻ ആ 80 വർഷമാണ് ദൈവം തരുന്നതെങ്കിൽ ആ 80 വർഷത്തിൻ്റെ ഡിസംബർ മാസം 31 പറയുന്നത് മാറ്റിവെക്കാതെ, ഉറങ്ങാൻ നീ കിടക്കയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായി തന്നെ എല്ലാ ദിവസവും നിൻ്റെ ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം തന്നിട്ടുള്ള എല്ലാറ്റിനും നന്ദി അർപ്പിച്ച് പോകുന്നതാണ് ഏറ്റവും അഭിമാനമായിട്ടുള്ള. ഇതൊരു ആചാരമായി, അനുഷ്ഠാനമായിട്ട് ഈ തെറ്റ് നമ്മൾ തിരുത്തുന്നില്ലെങ്കിൽ നിശ്ചയമായും ഇത് അടുത്ത തലമുറയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അവരിതന്നെ അർത്ഥമറിയാതെ അവരും ഇത് കാട്ടിക്കൊണ്ടിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.